ഹലോ അങ്ങനെ തടിയൻ്റെ പലചരക്കടയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഓരോരുത്തർക്കും ഓരോരോ മോഹങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉടലെടുക്കുന്നത്. അന്നും ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയ സമയത്ത് ഞങ്ങളുടെ ഗേൾസിന് ഓരോരോ ആഗ്രഹങ്ങൾ വന്നപ്പോൾ അത് സഫലമാക്കി തരാൻ ഒരു ബോയ്സും മുന്നോട്ട് വന്നില്ല. ഒടുവിൽ ഞങ്ങൾ ഗേൾസ് എല്ലാവരും ഒരുമ്പിട്ട് ഇറങ്ങുമായിരുന്നു. ഇന്നും ആ പതിവ് തെറ്റിച്ചില്ല. അവർക്കാർക്കും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ യാതൊരു തരത്തിലുള്ള ഇൻട്രസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. അവസാനത്തെ ഞങ്ങൾ 4 പേരും മുന്നിട്ട് ഇറങ്ങി. പെണ്ണൊരുമ്പിട്ടൽ എന്തു നടക്കും എന്ന ഡയലോഗായിരുന്നു പിന്നീട് അങ്ങോട്ടേക്ക്. പക്ഷേ എങ്ങനെയൊക്കെ ഒരുമ്പിട്ടിറങ്ങിയാലും മറിയമ്മ ചേട്ടത്തിക്ക് ഈ ഒരു കാര്യം പെടാൻ മുഷ്കിലാണ്. ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറിയമ്മ ചേട്ടത്തിക്ക് അന്നും ഇന്നും എന്നും ഒരു ബോയുടെ ഹെൽപ്പ് കൂടിയേ പറ്റുള്ളൂ. അതെന്താണോ അങ്ങനെ അങ്ങനെ ചമ്മിയ ഫേസായിട്ട് ഞങ്ങളെല്ലാവരും വെച്ച കാലിനി പുറകോട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ച്. സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് ഇരുട്ടിൻ്റെ മറവിലേക്ക് അങ്ങ് കടന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആ കാര്യം ശ്രദ്ധിച്ചത്. മറിയമ്മ ചേട്ടത്തി വണ്ടിയുടെ ലൈറ്റ് ഓണാക്കാതെയാണ് ഇത്രയും നേരം വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ സൈഡിലേക്ക് ഒതുക്കി കഴിഞ്ഞ് ലൈറ്റ് ഓണാക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഇൻഡിക്കേറ്റർ തെളിയുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് വൈപ്പർ ഓണാകുന്നു. എനിക്കറിയാൻ പാടില്ല. പിന്നെ അവസാനം എവിടെ നിന്നൊക്കെയോ സ്വിച്ച് കാര്യങ്ങൾ കണ്ടെത്തി എന്തായാലും ലൈറ്റ് ഓണാക്കി. ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും അതിൻ്റെ യാതൊരു തരത്തിലുള്ള അഹങ്കാരമോ അഹംഭാവമോ മറിയമ്മ ചേട്ടത്തിലെ ഫേസിൽ ഒട്ടുമേ ഉണ്ടായില്ല. പിന്നീട് അങ്ങോട്ടേക്ക് ഫുൾ കോൺഫിഡൻസിൽ ഞങ്ങളുടെ യാത്ര ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിലുണ്ടാകുന്ന സകലമാന ഗട്ടറുകളും മറിയാമ്മ എണ്ണി ഞങ്ങൾ ചാടിക്കുന്നുണ്ടായിരുന്നു. മറിയമ്മ ചേട്ടത്തി ഓരോ കുണ്ടും കുഴിയും ചാടിക്കുന്നതിലും മറിയമ്മ ചേട്ടത്തിക്ക് യാതൊരു കുഴപ്പമുണ്ടായില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് ബാക്കിലിരുന്ന ഞങ്ങൾ 3 പേരാണ് അനുഭവിച്ചത്. അങ്ങനെ ഉള്ള ദൈവങ്ങളെയും മുട്ടുകുത്തി പ്രാർത്ഥിച്ച് എന്തൊക്കെ സംഭവിച്ചാലും മറിയമ്മ ചേട്ടത്തി ഞങ്ങളെ കറക്റ്റ് പോയിന്റിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് ഞങ്ങൾ വണ്ടി എടുത്ത് പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം വീട്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഒരാണുങ്ങളുടെയും സപ്പോർട്ട് ഇല്ലാണ്ട് ഞങ്ങളുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നു എന്നും പറഞ്ഞ് അഹങ്കാരത്തോട് ഡയലോഗ് അടിച്ചിട്ട് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് മറിയമ്മ ചേട്ടത്തി വണ്ടി ഓഫ് ആക്കാനായിട്ട് മറന്നുപോയി. ഏതൊക്കെ കാര്യങ്ങൾ ഫുൾ കോൺഫിഡൻസിൽ ചെയ്താലും അവസാനം കല മുടക്കുന്നതിൻ്റെ കാര്യത്തിൽ മറിയമ്മ ചേട്ടത്തി അന്ന് ഇന്നും എന്നും മുൻപന്തി തന്നെയാണ്. പക്ഷേ അതിൻ്റെ അഹങ്കാരം കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, പാവം. അങ്ങനെ ഈ ഞായറാഴ്ച ഡ്രൈ ഡേ ആയതുകൊണ്ട് തന്നെ അവിടുന്നും ഇവിടുന്നുമായിട്ട് ശേഖരിച്ച പല കുപ്പികൾ അങ്ങനെ നിരത്തി വെക്കാനായിട്ട് തുടങ്ങി. പിന്നെ സാധന സാമഗ്രികൾ എത്തിയ സ്ഥിതിക്ക് വള്ളംകളി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ തടിയൻ നമുക്ക് വേണ്ടി നേരത്തെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തടിയന് പിന്നെ കോക്ടെയിൽ കാര്യങ്ങൾ ഉണ്ടാക്കാൻ അറിയാവുന്നതുകൊണ്ട് ആ ഒരു ഏരിയയിലേക്ക് ഞങ്ങൾക്ക് കൈ കിടത്തേണ്ടതായിട്ടേ വന്നിട്ടുണ്ടായില്ല. പുള്ളി കോക്ടെയിൽ മേക്ക് ചെയ്ത് തരുന്നു, അത് ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. ഓരോരോ ഗ്ലാസ് ഓരോരുത്തരുടെ കൈകളിലേക്ക് എത്തുന്നതിനനുസരിച്ച് ഓരോരുത്തരുടെ വിശേഷങ്ങൾ അങ്ങ് പറയാനായിട്ട് തുടങ്ങി. പിന്നെ എല്ലാം കൂടി കഴിച്ചിട്ട് ഒടുവിൽ ഒരു ഫോട്ടോ, അത് നിർബന്ധമാണ്.